1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. ഈ ഫോണിലൊന്നും ഞാൻ വിചാരിക്കുന്ന പോലെ പെരുമാറിയ കുത്തി പൊളിക്കും ഞാൻ. അല്ല ചെന്നൈ ചേച്ചി. ഹലോ പാറുക്കുട്ടി. എത്ര ദിവസം ഉണ്ട് ലീവ്? ഒരു 3-4 ദിവസം കാണും. പിന്നെ വന്നേ കൊറേ വിശേഷമൊക്കെ പറയാനുണ്ട്. എത്തി നിങ്ങളുടെ പുന്നാരെത്തി. ആ മാഡം എന്തേ ലേറ്റ് ആയേ? ഞാൻ ലേറ്റ് ഒന്നും ആയിട്ടില്ല. ട്രെയിനാണ് ലേറ്റ് ആയത്. 7 മണിക്ക് വരേണ്ട ട്രെയിനായിരുന്നു. എത്തിയത് 8:30. 1 പോസ്റ്റ്. ശിവ 3 ദിവസം വിളിയും ഇല്ല, അഡ്രസ്സും ഇല്ല. എന്തായിരുന്നു പരിപാടി? ബിസി ആയിപ്പോയല്ല, നിനക്കെന്ത് ഇങ്ങോട്ട് വിളിച്ചൂടായിരുന്ന? ബിസിയൊക്കെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. എന്റെ ചേച്ചി എന്റെ അടുത്ത് എല്ലാ ഫ്രണ്ട്സും ഇവൻ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ ചോദിക്കും, ഇവന്ന് കേശവേട്ടൻ എന്ത് പറ്റി, ഇന്ന് കേശവേട്ടൻ വിളിച്ചില്ലേ? ഇതേപോലത്തെ ഒരു ചോട്ടനെ കിട്ടാനായിട്ട് പുണ്യം ചെയ്യണം പോലും. ഇത്രയും ഫാൻസാ നിനക്ക്? എല്ലാവരുടെയൊക്കെ ഒരു കാര്യം. അടിപൊളി. നേരത്തെ പോലല്ല, ഇപ്പൊ ഇച്ചിരി മെച്ചം വന്നിട്ടുണ്ട്. അത് സുന്ദരി ആയിട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ എന്റെ മോള് സുന്ദരിയല്ലേ? കേക്ക് സുന്ദരിയല്ല, ഐശ്വര്യം. താങ്ക് യു. ഐശ്വര്യ അങ്ങ് നിറഞ്ഞു തുളുമ്പുവാ. കൊച്ചുമോളെ അസൂയക്കും കഷണ്ടിക്കും വരുന്നില്ല. അസൂയ എനിക്കാ നിന്റെ അടുത്താ? എന്ത് കാര്യത്തിന്? അതെ, ഓരോരുത്തർക്ക് അവരുടേതായ സ്റ്റൈലുണ്ട്. എനിക്ക് എന്റേതായ സ്റ്റൈൽ. എന്ത് സ്റ്റൈല്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ കാണുമ്പോ ഒക്കെ ഒരുമാതിരി കടങ്ങണ ലുക്കൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ കുറച്ച് കഴിയുമ്പോ കണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടോളും. എനിക്ക് സത്യം പറഞ്ഞ ഒരു വെസ്റ്റേൺ ലുക്ക്. യു ഗോട്ട് ഇറ്റ്? എന്തേ? അതെ, വായും വയറും അറിഞ്ഞു കഴിച്ചില്ലെങ്കിൽ ഛർദിക്കാനൊക്കെ വരും. ചിലരൊക്കെ കേട്ടാല് ഛർദിക്കാൻ വരും. ശിവ, നീ എന്തായാലും 5-6 ദിവസം ഇവിടെ ഉണ്ടാവൂലേ? ഒരു 3-4 ദിവസം കാണും. ആ മതി, നമുക്ക് അടിച്ചു വിളിക്കാൻ കേട്ടാ. ചേച്ചി പഠിത്തമൊക്കെ എങ്ങനെ പോന്ന്? അയ്യോ നന്നായിട്ട് പോകുന്നു അമ്പ്രാട്ടിയെ. അമ്പ്രാട്ടിയുടെ പഠിത്തമൊക്കെ എങ്ങനെ ഉണ്ട്? സ്കൂള് വിട്ട് വരുമ്പോ വൈകുന്നേരം ഒരു ലോഡ് മുട്ടയായിട്ടാ വരുന്നത്. കേശുവിന്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ ഇവിടെ സ്കൂളിൽ നിന്ന് കൊണ്ടിരുന്ന മുട്ടയാ. അങ്ങനെ ഒന്നും അല്ല, ഞാൻ നന്നായിട്ട് പഠിക്കും ചേച്ചി. ഇത് മതി. പിന്നെ എല്ലാവരോടുമായിട്ട് എനിക്കൊരു വലിയൊരു കാര്യം പറയാനുണ്ട്. എന്താ? എന്തൊരു ടെൻഷൻ ആവുന്ന പറയട്ടെ. ഞാൻ നിന്നെ പറച്ചിലിട്ട ടെൻഷൻ ആവാതിരിക്കില്ലോ. സെമിസ്റ്റർ തോറ്റാ ഞാൻ തരും. ഞാനൊരു 1 കൊല്ലം കഴിഞ്ഞാൽ മനസ്സിലായില്ല? എവിടെ കയറി പോകാൻ പോണോ? എടേ ഞാൻ പോവാൻ പോണ്, അതും സൗത്ത് ആഫ്രിക്കയിലേക്ക്. എങ്ങോട്ട്? സൗത്ത് ആഫ്രിക്കയോ? സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്ക ഒഫീഷ്യലി RSA, റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക. അതൊക്കെ മനസ്സിലായി. നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പോണെന്നാണ് ഈ ചോദിക്കണത്? ഇപ്പോഴും തുടങ്ങിയ പ്ലാനിങ് അല്ല, കുറച്ചായിരുന്നു. പിന്നെ ഒരു കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോകും. ഒരു 11 മാസം കഷ്ടിച്ച് കാണും. അതായത് എന്റെ കോളേജൊക്കെ കഴിഞ്ഞാൽ പിന്നെ സൗത്ത് ആഫ്രിക്കയിലാണ്. എടി അത് മനസ്സിലായി. പിന്നെ നീ എന്തൊരു കിഴങ്ങനാണ് അങ്ങോട്ട് പോണെന്ന് പറ. നീ ഒന്ന് അടങ്ങടാ, ചോദിക്കുന്നില്ലേ? ചോദിക്കും. അല്ല, നീനുന്റെ അച്ഛനും അമ്മയും അവിടെയല്ലേ? അതെ, ഓർക്കുന്നുണ്ടല്ലേ? ബാക്ക് ടു പോയിന്റ്. അതായത് അവർക്ക് നീനുവിനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ആഗ്രഹം. പക്ഷെ നീനുനും അമ്മയ്ക്ക് ഒരേ ആഗ്രഹം, കൊണ്ടുപോകണമെങ്കിൽ കൂടെ എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന്. പെട്ടിട്ട് കൊണ്ടുപോകാനാ? ഞാൻ വല്ലതും പറയും കേട്ടാ. അല്ലാണ്ട് കൊണ്ടുപോകാനായിട്ട് ആന്റി എല്ലാ ദിവസം എടുത്ത് വിളിച്ച് പറയും, മോളെ നീയും കൂടെ വാ, നിന്നിന്റെ കൂടെ നീയും കൂടെ വന്നാലേ ശരിയാവത്തുള്ളൂ. ഞാൻ ആന്റി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറൊക്കെ ഉണ്ടേ. നീ പറഞ്ഞില്ല എന്തിനാണ് പോണേന്ന്? ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞ അവിടെ പഠിക്കാൻ പോവാണോ? പഠിക്കാൻ പോണാ? ആര് പഠിക്കാൻ പോണ്? ഇനി ഫുൾ ജോലി. ജോലി? പിന്നെ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ജോലി ചെയ്യാൻ പോണ്. ശമ്പളം ഉണ്ടോ? ഞാൻ അപ്പുറം സൈഡ് പോവോ? എടേ ലക്ഷങ്ങൾ
ലക്ഷങ്ങൾ ലാക്സ് ഇൻ മൈ ഹാൻഡ്. ലക്ഷങ്ങളോ ചേച്ചി തല്ലേടി ഉറപ്പാണ് പിന്നല്ലാണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഞാനും രക്ഷപ്പെട്ട്. നീ പഠിച്ചിട്ട് രക്ഷപ്പെട്ടാ മതി കേട്ടാ നീയും പാച്ചങ്ങ് രക്ഷപ്പെട്ടാ മതി. അയ്യോ മക്കളെ അങ്ങനെ പറയരുത് നീ രക്ഷപ്പെട്ടോ ഞാൻ രക്ഷപ്പെട്ടോന്നല്ലേ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ തന്നെ കയ്യടി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാ പിന്നല്ലാണ്ട് കഴിഞ്ഞ തമാശ പറയോ? കൺഗ്രാറ്റുലേഷൻസ്. സൗത്ത് ആഫ്രിക്ക ഉറപ്പല്ലേടാ പിന്നല്ലേ സൗത്ത് ആഫ്രിക്ക കൊച്ചിനൊന്നും പറ്റില്ല കൊച്ചു ചേച്ചി How to say good morning in South Africa? Goeiemôre. Hayo. Goeiemôre. 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 How to say my name is Shivani in South Africa? My naam is Siobhan. Shivan alla Shivani. My naam is Siobhan. My name is Shivani. Goeiemôre. My name is Shivani. എന്തോന്ന് ചേച്ചി ഇത്? എടേ ഗുഡ് മോർണിംഗ് മൈ നെയിം ഇസ് ശിവാനി എന്ന സൗത്ത് ആഫ്രിക്കൻ ലാംഗ്വേജിൽ പറഞ്ഞതാ. എങ്ങനെയുണ്ട് ചേച്ചി മൺപാത്രത്തിലാണോ വെള്ളം കുടിക്കുന്നേ? വെള്ളോ ചായ എടേ ഇത്? ഓ ചെന്നൈ സ്റ്റൈലായിരിക്കും. ചെന്നൈ സ്റ്റൈല്? ചെന്നൈയിൽ ആരാണ് കൊച്ചെ മൺപാത്രത്തിൽ ചായ കുടിക്കുന്നത്? ഇത് സൗത്ത് ആഫ്രിക്കൻ സ്റ്റൈലാണ്. എല്ലാം ഒന്ന് പരിശീലിച്ച് വെക്കണം. ചേച്ചി ശരിക്കും പോന്നുണ്ടോ? പിന്നില്ലാണ്ട്. പാറക്കുട്ടാ 2-3 മാസമായിട്ട് നിന്നു എപ്പോഴും എൻ്റെ അടുത്ത് പറയും നമുക്ക് ഒരുമിച്ച് പോവാം അവിടെ സൗത്ത് ആഫ്രിക്കയിലെ എല്ലാം സെറ്റാണ്, നീയും കൂടെ വന്നേ പറ്റത്തുള്ളത്. അപ്പൊ നീ സൗത്ത് ആഫ്രിക്കയിൽ പോണെന്നുള്ളതായിരുന്നല്ലേ? നിനക്കിപ്പോ സംശയം തോന്നിയില്ലേ? അതങ്ങനില്ല നിനക്ക് സംശയം തോന്നി. തോന്നി അതാണ് ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നിന്നു എല്ലാ ദിവസവും അടുത്ത് പറയുമ്പോ നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ പോവാം ഒരുമിച്ച് പോവാന്ന്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിച്ചില്ല ആദ്യം. ചേച്ചി വേഗം ഇങ്ങോട്ട് വാ. എന്താ ചർച്ച? സൗത്ത് ആഫ്രിക്ക ചർച്ച. ഞാൻ വേറൊരു കാര്യം പറയാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റൌഫ. അയ്യോ അതേത് ഫ്രണ്ട് നീ നേരിട്ടും പറഞ്ഞിട്ടില്ലല്ലേ? അവളുടെ അച്ഛനുണ്ട് ഖാദർ, നല്ല തണ്ടുനടിയുള്ള മനുഷ്യനാ. അങ്ങ് ദുബായിലാ. ഇപ്പൊ അവള് എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ബെറ്റി, അവരെയും കൊണ്ട് അങ്ങ് ദുബായിലോട്ട് പോവാ. ഇനി ഫുള്ള് ജോലി അവിടെ. ഇത് മറ്റേ അതായത് കൂട്ടത്തിൽ എടുത്ത് രക്ഷപ്പെടുമ്പോ മറ്റേ രക്ഷപ്പെടുത്തുന്ന പരിപാടി അതന്നെ. അങ്ങനെ അതൊന്നും കുഴപ്പമില്ല. നിങ്ങളിവിടെ ചർച്ചയാന്ന് പറഞ്ഞിട്ട് ചേച്ചി ശിവാൻ ചേച്ചി നേരത്തെ സീരിയസ് ആയിട്ടാ പറഞ്ഞേ സൗത്ത് ആഫ്രിക്ക പോന്നെന്ന്. എന്റെ പൊന്നു കൊച്ചു, ഞാൻ ഇതൊക്കെ എന്തോരം കണ്ടിട്ടുള്ളതാന്ന് അറിയോ? എനിക്കും ഉണ്ടായിരുന്ന ഇതേപോലത്തെ ഒരു ക്ലോസ് ഫ്രണ്ട്. ഞങ്ങളെ എവിടെയൊക്കെ പോകാൻ പ്ലാൻ ഇട്ടതാ. പക്ഷെ അവനവന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാം ഓരോ പോക്കങ്ങ് പോകും. ഹലോ, ഇയാളുടെ ഊള ഫ്രണ്ട്സിനെ പോലെ നിന്നു. അവള് മുത്താണ് മുത്ത്. ചേച്ചിക്കൊരു കാര്യം അറിയോ? നിന്നു അവളുടെ അമ്മയും എത്ര നാള് മുന്നേ അവളുടെ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതറിയോ എന്നെ കൂടെ കൊണ്ടുപോകണമെന്നുള്ള കാര്യം? അതിന് വേറൊരു റീസണും കൂടെ ഉണ്ട്. ഞാൻ നിന്നു പഠിക്കാനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അവരുടെ ഫുൾ ഫാമിലിക്ക് എന്നെ വലിയ കാര്യമാണ്. ആന്റി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും, മോളെ നീ ഇല്ലാണ്ട് അവർക്ക് പറ്റത്തില്ല, നീ കൂടെ വന്നേ പറ്റത്തുള്ളൂ, ഇവിടെ എല്ലാം റെഡിയാണ്, മോൾ ആ ഫ്ലൈറ്റിലൂടെ അങ്ങ് കേറിയാൽ മതി, ബാക്കി എല്ലാ ആന്റി ഞങ്ങളൊന്ന് നോക്കിക്കോളാം. പിന്നെ അവരോട് ദത്തെടുക്കാനും കൂടെ പറയാറുന്നില്ലേ? പറഞ്ഞാ മതിയായിരുന്നു, ഇതിനിടെ കിടക്കണ്ടല്ലോ. എന്തായാലും അവർക്ക് ഫുൾ ഫാമിലിക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. അവരെന്നെ കൊണ്ടുവന്നിട്ട് ഫുൾ റെഡിയാണ്. അങ്ങനെയാണെങ്കില് ഇവര് ആഫ്രിക്കയിൽ എവിടെയാണ് സെറ്റിൽ ആയി? ഓ, ആഫ്രിക്ക മൊത്തം എന്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. ആഫ്രിക്ക തലസ്ഥാനം കേപ്പ് ടൗൺ, അതറിയാം. അവിടെയാണ് ഒട്ടുമിക്ക ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥലം എല്ലാവർക്കും അറിയാം. വേറെ സ്ഥലമൊക്കെ അറിയാം. ചിവാടെ നീ പറയണ്ട. പിന്നെ ഈ കേപ്പ് ടൗൺ അത് വെറും നിയമനിർമ്മാണ തലസ്ഥാനമാണ്. ഭരണ തലസ്ഥാനം പ്രിട്ടോറിയാണ്. പിന്നെ ജുഡീഷ്യൽ തലസ്ഥാനം ബ്ലൂ ഫോണ്ടൈൻ ആണ്. ബ്ലൂ ഫോണ്ടൈൻ. മറ്റേത് ക്രിപ്റ്റോണിയ കേട്ടിട്ടുണ്ട്. ക്രിപ്റ്റോണിയ അല്ല മോനെ, പ്രിട്ടോറിയ. കേട്ടിട്ടുണ്ട്, പ്രിട്ടോറിയ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ബ്ലൂ ഫോണ്ടൈൻ കേട്ടിട്ടില്ല. ഇങ്ങനെ പലതും കേൾക്കാനുണ്ട്. തന്നെ എവിടെ ചെറോ എല്ലാം അരച്ചൊക്കെ ഞാൻ കുടിച്ച് പഠിച്ചു വെച്ചേക്കാണ് കേട്ടോ. ഈ നീനിന്റെ ഫാദർ എന്ത് ചെയ്യുന്നു? അങ്കിളിനെ അവിടെ ഈ കൺസ്ട്രക്ഷന്റെ വർക്കാണ്. അങ്കിള് പോയിട്ട് ഇപ്പൊ ഒരു 10-25 വർഷമായി. ആന്റി പോയിട്ട് 5-6 വർഷം ആവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നിർത്തിയേക്കുന്നത് ഈ പഠിത്തത്തിന്റെ കാര്യമൊക്കെ ഉള്ളതുകൊണ്ടാ. അവളുടെ വല്യമ്മ കൂടെ വന്ന് നിൽക്കും. അവരുടെ സ്വന്തം വീടാണ്, വല്യമ്മ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നതാ. പിന്നെ അങ്ങളുടെ ഒരു പാർട്ട്ണർ ഉണ്ട് തൃശ്ശൂരുള്ള, അങ്ങളുടെ ഒരു ഫ്രണ്ടാണ്.
അവരാണ് അവിടുത്തെ എല്ലാ ഗവൺമെന്റ് ബിൽഡിങ്സും അങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഓ ഓ അങ്ങനെ. അതായത് ഇവിടുന്ന് നിങ്ങൾ ആർക്കിടെക്ട് കഴിയുന്നു, ആർക്കിടെക്ട് ആവുന്നു, നേരെ അങ്ങോട്ട് പോകുന്നു, പിന്നെ അവിടുത്തെ കമ്പനി ജോയിൻ ചെയ്യുന്നു. 1 വർഷം കഴിഞ്ഞാലുണ്ടല്ലോ ദക്ഷിണാഫ്രിക്കയിലെ ഓരോ ബിൽഡിങ്ങിലും ശിവാനി ബാലചന്ദ്രൻ തമ്പിയുടെ ഈ കൈമുദ്രകൾ പതിയും. കയ്യില് സിമെന്റ് തേച്ച കടിക്കാൻ പോവാനല്ലേ ശിവ? നിന്റെ ഈ കോൺഫിഡൻസ് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യും. താങ്ക് യു മകളെ. നീ എന്തായാലും സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോവാണല്ലോ. ഒറ്റയ്ക്ക് പോകുമ്പോ നിനക്ക് സങ്കടം കാണും. ഒറ്റയ്ക്കല്ലല്ലോ, നീനുണ്ടല്ലോ കൂടെ. ഈ വീട്ടിൽ നിന്ന് ആരുമില്ലല്ലോ കൂടെ, പ്രത്യേകിച്ച് ചേട്ടനില്ലാത്തതിന്റെ സങ്കടം നിനക്ക് എന്തായാലും കാണും. നീ വെറുതെ വിഷമിക്കണ്ട. നീ സൗത്ത് ആഫ്രിക്കയിലോട്ട് പോകുന്നതിന്റെ വാലെ തൂങ്ങി ചേട്ടനും. നീനിന്റെ വീടുണ്ടല്ലോ. കുഴപ്പമില്ല. മേനി ചേച്ചിയുടെ കാര്യത്തിൽ തീരുമാനമായി. അവള് ആഫ്രിക്കയിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലേ ശിവാനി? അത് ഭയങ്കര സീരിയസ് ആയിട്ടാ പറയണേ. ആണോ? ആ പക്ഷെ അവിടെ ഈ മരുഭൂമിയും പട്ടിണി പാവങ്ങളും ഒക്കെ ആണെന്നല്ലേ പറയുന്നേ? അമ്മൂമ്മ, ആഫ്രിക്കൻ കൺട്രീസിൽ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവള് പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലോട്ടാ. അവിടെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആണ്. അമ്മൂമ്മയ്ക്ക് അറിയോ, ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അപ്പൊ ഒന്നാമത്തെ എവിടാ? ഒന്നാമത്തെ ഏഷ്യ. അപ്പൊ കേരളം എത്രാമത്തെയാ? അമ്മൂമ്മേ, ഏഷ്യയിലാണ് ഇന്ത്യ, ഇന്ത്യയിലാണ് കേരളം, കേരളത്തിലാണ് എറണാകുളം, എറണാകുളത്താണ് കാക്കനാട്, കാക്കനാടാണ് വാഴക്കാല, അതായത് നമ്മൾ ഇപ്പൊ താമസിക്കുന്നത്. ഓ, ഏഷ്യയിലാ അപ്പൊ വാഴക്കാല അല്ലയോ? മായ്ച്ചുകള, എല്ലാം തൂത്ത് മായ്ച്ചുകള. എന്തായാലും അമ്മൂമ്മ ടെൻഷൻ അടിക്കുന്ന പോലെ സൗത്ത് ആഫ്രിക്കയിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓ, അങ്ങനെയാണോ? എന്നാ കുഴപ്പമില്ല. പിന്നെ കൃഷി വാണിജ്യ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ കൃഷി ചെയ്യാനാണോ ശിവാനി അവിടെ പോന്നേ? അവളിവിടെ കൃഷിയാണോ പഠിക്കണത്? അല്ലല്ല, പിന്നെ എന്തിനാണ് അവിടെ പോയിട്ട് കൃഷി ചെയ്യണത്? ശിവാനി കൃഷി ചെയ്യാൻ പോണോ? എവിടെ പോയിട്ട്? എടാ, എന്തോ ആഫ്രിക്കയിൽ പോന്ന് കൃഷി ചെയ്യാനാന്ന്. ആഫ്രിക്ക കൃഷി ചെയ്യാൻ പോണോ? കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇത് കൊള്ളണത്. അല്ല, അത് പിന്നെ കൃഷി എന്നുള്ള കാര്യം നമുക്ക് കുറച്ച് അറിയാവുന്ന കേസാണല്ലോ. എടാ, നീ നിന്റെ വാ കൊണ്ടുള്ള കൃഷി മാത്രല്ലേ ഉള്ളൂ. എന്ത് വാണ്ടുള്ള കൃഷിയാ? ആ, പിന്നല്ലാണ്ട്. വാണ്ടുള്ള എന്ത് കൃഷി? എടാ, നീ ഇന്നേ വരെ ഒരു ചീരവിത്തെങ്കിലും ഇങ്ങനെ പാകിയിട്ടുണ്ടോ? ചീരവിത്ത് ഞാൻ നട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ചേച്ചി ഉമ്മ ഇതിന്റെ ഇടയിൽ കിടന്ന് അതുകൂടെ പ്രശ്നം പറയല്ലേ? അല്ല പിന്നെ 20 നട്ടിട്ടുണ്ടോ? മറ്റാണോ മറിച്ചാണോ പറഞ്ഞിട്ട് ഞാൻ കൃഷി. എല്ലാരും പോയി രക്ഷപ്പെട്ടോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. എല്ലാരും രക്ഷപ്പെടുന്നത് നല്ലത് തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മലയാളി ചെറുക്കനെ മാത്രമേ കെട്ടാൻ പറ്റത്തുള്ളൂ. ശിവാനി ആഫ്രിക്കന്നേ ഒരു ചെറുക്കനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതാണ് എന്റെ ചെറുക്കൻ എന്നെങ്ങാനും പറഞ്ഞാലേ ഞാൻ കുടുംബത്ത് കയറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതിന് അമ്മൂമ്മ കയറ്റൊന്നും വേണ്ട, അവര് തന്നെ കയറിക്കോളും. അവിടെയുള്ള ആൾക്കാർക്കും കയ്യും കാലൊക്കെ ഉണ്ട്. ആ, നീ ഇങ്ങനെ വളം വെച്ചു കൊടുക്ക്. ഒരുത്തനെ വളം വെച്ചു കൊടുത്ത് അവൻ ഈ ഒരു അവസ്ഥയായി. ഞാൻ വളം വെച്ചു കൊടുത്തുന്ന എന്ത് വർത്താനം അമ്മൂമ്മ പറഞ്ഞത്? ഞാൻ എപ്പോഴും ഇവന് വളം വെച്ചു കൊടുത്തേക്കണത്? ഉള്ള പെമ്പിള്ളേരെ കൂട്ടുകാരാന്നും പറഞ്ഞ് ഇവിടെ വീട്ടിലോട്ട് കൊണ്ടുവരും. അന്നേരം വലതുകാലി വെച്ച് കയറി മോളെന്നും പറഞ്ഞ് ആരാ കയറ്റണത്? ഞാനാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞ ഇതിന്റെ ഇടയ്ക്ക് എന്നെ ലച്ചു, ഞാനൊരു കാര്യം പറയാം. ഞാൻ കുടുംബത്തിൽ പറഞ്ഞ ഒരു സ്ത്രീയാ. ചുമ്മാ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞേ എന്നെ നാണം കെടുത്തരുത് കേട്ടാ. അമ്മുമ്മയാണല്ലോ ഇവിടുത്തെ കൊലസ്ത്രീ. കൊലസ്ത്രീയാ? കുലസ്ത്രീയടി, കുരിപ്പേ. ഓക്കേ, നീ അപ്പുറത്തെങ്ങാനും പോയേ. ഒരു മിനിറ്റ്, എന്തോ പ്രശ്നം? ഒച്ച നിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞേക്കാം. നീ വല്ലവനെ വിളിച്ചോണ്ടൊന്നും ഇവിടെ വന്നേക്കില്ല. അവനെ ഇവിടെ കയറ്റാൻ പറ്റൂല. അമ്മൂമ്മ അതിന് സമ്മതിക്കില്ല. ആ ശിവ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവിടുന്ന് എങ്ങാനും അമേരിക്ക അല്ല ആഫ്രിക്ക, ആഫ്രിക്കെന്നെങ്ങാനും ചെറുക്കന്മാരെ കൊണ്ടൊന്ന് എന്നെ കെട്ടണമെന്നങ്ങനെ പറഞ്ഞ ഞാൻ സമ്മതിക്കത്തില്ല, വീട്ടിൽ കയറ്റത്തില്ല. ആഫ്രിക്കന്നെങ്ങാനും ചെറുക്കനെയും കൊണ്ട് വന്നാൽ നീ ആഫ്രിക്കയിൽ നിന്ന് ഭാവിയിൽ വിളിച്ചോണ്ട് വരാൻ പോണ ചെറുക്കനെ കുറിച്ചാണ് ഇവിടെ സംസാരം. ആഫ്രിക്കയിൽ നിന്ന് ഞാൻ ഇത് ചെക്കനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനാ? അത് നമുക്കറിയില്ലല്ലോ. നീ അവിടെ പോയിട്ട് ഏതെങ്കിലും ചെറുക്കനെ സെറ്റ് ആക്കിയാലോ? അത് തന്നെ. അതിന് അമ്മൂമ്മ സമ്മതിക്കില്ല. അമ്മൂമ്മ സമ്മതിച്ചു തരും. അമ്മൂമ്മ കാണിച്ചു തരുന്ന ആളെ മാത്രമേ നീ കിട്ടാൻ പാടുള്ളൂ, പ്രത്യേകിച്ച് മലയാളി പയ്യൻ. ആഫ്രിക്കയിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്ന ഏത് ചെക്കന്റെ കാര്യം നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വല്ലതും വിളിച്ച് പറയും കേട്ടോ. കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ കല്യാണം ഏത് സ്റ്റൈലാ? ആഫ്രിക്ക സ്റ്റൈലാണോ അതോ കേരള സ്റ്റൈലാണോ? ഇല്ലടേ, വാഴക്കാല സ്റ്റൈല്. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയുക. എനിക്ക് എങ്ങനെങ്കിലും ഇവിടെ നിന്ന് അവിടെ ചെന്ന് രക്ഷപ്പെട്ടാ മതി എന്നാണ് ഇപ്പൊ ചിന്ത. അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ. അതെനിക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയാണ്.
ഇവിടെ ദൈവത്തോടത്ത് വേറൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ. മക്കൾ അവിടെ പോയി രക്ഷപ്പെട്ടു വന്നതിന് ശേഷം അമ്മൂമ്മ ചൂണ്ടിക്കാണിക്കുന്ന ചെറുക്കനെ മോള് കല്യാണം കഴിക്കും. ലച്ചുവിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അതെന്താ? അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെട്ടല്ലോ. പിന്നെ രക്ഷപ്പെട്ടങ്ങ് തള്ളി. അല്ല അമ്മൂമ്മ, ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന അമ്മൂമ്മ എടുത്ത് ആരാ? സിദ്ധോളയും പണം കഴിക്കുന്ന മരമല്ലേ, മാസം മാസം പഴുത്ത് വീഴുമ്പോ ചേച്ചി പിറക്കി ബാഗിനകത്ത്. കൊച്ചെ കൊറേ നാളും കൊണ്ട് നീ എന്നെ നല്ല താങ്ങുന്നുണ്ട്. നോട്ടോട്ട് വെച്ചേണ്ട് കിട്ടും എന്റെ കയ്യിൽ ഒരു ദിവസം. ഓടിക്കണല്ലോടി. അയ്യോ ഉണ്ട്. ആഹാ. നീനുവാ. നീനു, ഞാൻ നോക്കിക്കോ, ഇനി സൗത്ത് ആഫ്രിക്കൻ റാൻഡ് ഞാനിങ്ങനെ എണ്ണി തള്ളും. റാൻഡാ? അവിടുത്തെ കറൻസി അടി. കറൻസിയാ? സൗത്ത് ആഫ്രിക്കൻ പൈസ. അയ്യോ കനി, ഞാൻ ഇപ്പൊ പോവതില്ലേ? ആ അടുത്ത വർഷം തന്നെ. അടുത്ത വർഷം ഒരു 8 മാസം ആവുമ്പോഴേ പോവത്തുള്ളൂ. ആ പിന്നല്ലാണ്ട്. നീനുന്റെ വീട്ടിലൊക്കെ പോയി. നീ എതുക്കുമ്മാ വരുത്തപ്പെടണോ? ഇല്ല, ഞാന് കോളേജ് തുടങ്ങി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. நான் அங்கே போனாலும் அடிக்கடி உன்னை கால் பண்ணுவேன், டெக்ஸ்ட் பண்ணுவேன், உன்னை ரொம்ப மிஸ் பண்ணுவேன். போதுமா? ஆமாடி செல்லம், நீ தானே என்னோட கடைசி பெஸ்ட் ஃப்ரெண்ட். சென்னையில் கடைசி பெஸ்ட் ஃப்ரெண்ட். ஆமாம். இல்லை, இங்கே வேற பரிபாடி ஒன்றும் இல்லை. ஆனால் கொஞ்சம் பிளானிங் எல்லாம் பண்ணணும். என்னது? கேசவண்ணா இருக்காமாண்ணா? என்ன பேசணுமா? பின்ன கேசவண்ணா இங்க இருக்கு. ஆனா கொஞ்சம் தூரத்துல தான். நான் அப்புறம் கால் பண்றேன். பாய் கனி. ശിവാടേ, വെറും മോശം പരിപാടി. മോശം പരിപാടി. ആണോ? ആ കനി എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞല്ലേ? കനിമ. ഓ, എന്ന് നല്ല പേര്. കനിമായ? ആച്ചി സന്തന. അല്ല കുഴപ്പമില്ല, കൊച്ചു സംസാരിക്കുന്നതുകൊണ്ട് വേണ്ടെന്ന് പറയാം. എന്തൊരു കൊച്ചടി. തൽക്കാലം വേണ്ട. ചേച്ചിയുടെ ചെന്നൈയിലെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അതെ പാർക്കുട്ടാ, ഞാനോട് ചെന്നപ്പോഴത്തേക്കേ ആദ്യം കമ്പനി ആയത് കനിയുമായിട്ടാ. എന്നെ ഭയങ്കര കാര്യമാണ്, എപ്പോഴും എന്റെ കൂടെയാണ് നടത്തം. ഇപ്പൊ ഞാൻ ഈ ആഫ്രിക്കയിൽ പോകുന്ന കാര്യം ചുമ്മാ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങിയില്ലേ വലിയ വായത് കരച്ചിലും നിലവിളിയും ബഹളവും ഒക്കെ. എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചേക്കുന്നത്? മറ്റേ നീനു എന്ത് പറഞ്ഞു? അവള് സീനാക്കിയില്ലേ. അവൾ അങ്കിളിനെ ആന്റിയൊക്കെ വിളിച്ച് പറഞ്ഞു അവള് ഫുള്ള് സെറ്റാണ്, എല്ലാം റെഡി ആയിക്കോളാനായിട്ട്. ഇപ്പൊ പോയേ പറ്റൂ. പിന്നെ അക്കോമഡേഷന്റെ കാര്യം ചോദിച്ചായിരുന്നേ. അപ്പം ആന്റി പറഞ്ഞു അവർക്ക് ടൗണിൽ നിന്ന് മാറിയിട്ട് ഒരു വലിയ വില്ലയും ഫാം ഹൗസ് ഒക്കെ ഉണ്ട് അത്ര. അപ്പൊ ഞാനും നിന്നും കൂടെ അവിടെ നിന്നാ മതി. സംഗതി ടൗണിലോട്ട് ഒരു 1 മണിക്കൂർ ദൂരമുണ്ട്. പക്ഷെ ടൗണിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. വേണ്ടല്ല, ഞങ്ങളും വില്ലക്കകത്തുണ്ട്. പിന്നെന്താ കാര്യം? അത് നല്ലതാണ്, അതാകുമ്പോ സേഫ്റ്റി ആണല്ലോ. അത് തന്നെ. എന്തായാലും 21 വയസ്സിന് മുന്നേ ഒരു ജോലി വാങ്ങണമെന്നുണ്ടായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു. അപ്പൊ നീ മുന്നോട്ട് കൊണ്ട് പഠിക്കണില്ലേ? അല്ല, അങ്ങനെയല്ല. ഇതിപ്പം അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് ഒക്കെ ചെയ്യണം. അതൊക്കെ അവിടെ പോയിട്ടൊക്കെ നോക്കാലോ. ശമ്പളം വലിയ ശമ്പളം ആയിരിക്കോ? വലിയ ശമ്പളമൊക്കെ ആയിരിക്കും. പക്ഷെ ആദ്യം ഇവിടുത്തെ പോലെ തന്നെയാണ് അവിടെ. നമുക്കൊരു ട്രെയിനിങ് ഒക്കെ ഉണ്ടാവില്ല, 2-3 മാസം. അതായത് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കൺസ്ട്രക്ഷൻ രീതികൾ എങ്ങനെയാണ്, നിയമം എങ്ങനെയാണ്, അതൊക്കെ പഠിക്കണമല്ലോ. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ പ്രൊജക്റ്റ് ഒക്കെ കിട്ടും. അപ്പൊ കുറെ സാലറി ഒക്കെ കിട്ടും. നിങ്ങളിപ്പോഴും ആഫ്രിക്കയിൽ തന്നെ നിൽക്കുക, തിരിച്ചിങ്ങ് വന്നില്ലേ? എങ്ങനെ വരാൻ പറ്റും? വേറൊരു ചെറിയ വിഷയം ഉണ്ടായി. അങ്ങനെ സീരിയസ് വിഷയമൊന്നുമല്ല. അതായത് ഇവളുടെ അച്ഛനോട് ഞാൻ 2-3 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. അത് അവള് ഫോണിൽ വിളിക്കുമ്പോൾ ഇതിപ്പോൾ കാര്യങ്ങൾക്ക് ഇത്ര പെട്ടെന്നായപ്പോഴത്തേക്കും അങ്ങളൊന്ന് ഒഫീഷ്യലായിട്ട് എല്ലാം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നേരിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ചെറിയൊരു ടെൻഷൻ. അതിന് ടെൻഷൻ അടിക്കണ എന്തിനാ? കാര്യങ്ങളൊക്കെ നല്ലോണം ചോദിച്ചു മനസ്സിലാക്ക്. ഇത്രയും കാശൊക്കെ കൊടുത്ത് പോണതല്ലേ. പിന്നെ നിന്റെ ഹയർ സ്റ്റഡീസും പകുതിക്ക് വെച്ച് ബ്ലോക്ക് ആവും. കാശ് കൊടുക്കണം? ആര്? പിന്നെ പോവാൻ വേണ്ടി കാശ് കൊടുക്കണ്ടേ? എന്തിന്? ചേച്ചി അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ, ബാക്കി എല്ലാ പരിപാടികളും നോക്കുന്നത് അങ്ങളാ. നമുക്കൊരു ചില്ലി കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആണോ? അതിപ്പോ ലാഭമല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീംസ് ഒന്നും അല്ല അവര്. അവിടെ സെറ്റില്ലാന്നേ ഉള്ളൂ. നാട്ടിൽ എന്തുമാത്രം പ്രോപ്പർട്ടീസ് ആണെന്ന് അറിയോ? കോടികളുടെ കളിയാ, കോടികളുടെ. സത്യം പറഞ്ഞ
അവളെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇട്ടുന്നുണ്ടല്ലോ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. കേശുണ്ട് മെറിൻ ചേച്ചി കിട്ടിയതുപോലെ. ഞാൻ പിന്നകത്ത് വല്ലതും പറഞ്ഞ വായ്മിഷനും ഉണ്ടായിരിക്കില്ലായിരുന്നു. വേണ്ട പാറുമായി. എന്നാ പിന്നെ മാറ്റി പറയാം. ലച്ച ചേച്ചിക്ക് സിദ്ധോളേനെ കിട്ടിയതുപോലെ. ചേച്ചിക്ക് കിട്ടാൻ സമയമായിട്ടുണ്ട്. കൈവാക്കിനെ നിക്കണേ. ആഞ്ഞൊന്ന് തന്നായിണ്ടല്ലോ മോൾ ഇവിടുന്ന് കരഞ്ഞോണ്ട് ഓടും. എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വീട് നമ്മുടെ പേരിലായതിനു ശേഷം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വരുന്നില്ലേ? ഉണ്ടല്ലേ? ഉണ്ട്. കിസിക്കു നീമ്പു പാനി ചെയ്യേ. നാരങ്ങ വെള്ളം വേണോന്ന്? എനിക്ക് വേണം. നിനക്ക് വേണോടാ? സ്വാഭാവികമായിട്ടും വേണമായിരിക്കും. നിനക്കാ? വില എടുക്കുമല്ലോ, ഒരു ഗ്ലാസ് എടുത്തോ. എന്നാ ബാ എന്റെ കയ്യാളായിട്ട്. ആ എത്തിക്കഴിഞ്ഞ കേശുവേ വന്നേ നിന്റെ അക്രമത്തിന്റെ ബാധ പാറുവിന്റെ മേത്ത് കൂടി എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പോണല്ലേ? പിന്നെ അല്ലാണ്ട് പോയി നോക്കട്ടെ. ഇന്ന് വിളിക്കുവോ? പുള്ളിക്കാരിയുടെ അച്ഛൻ ഇന്ന് വിളിക്കുവോ? ഇന്ന് വിളിക്കൂന്നാ പറഞ്ഞേ. പിന്നെ വിളിക്കുമ്പോഴേ ഇന്ന് കൂടെ നിക്കണേ. ഞാൻ വല്ല പൊട്ടത്തരം വിളിച്ചു പറയൂല്ലെങ്കിൽ. ഓ ആണല്ലോ വയലായിട്ട്. ചേച്ചി സൗത്ത് ആഫ്രിക്കന്ന് നീനു ചേച്ചിയുടെ അച്ഛൻ വിളിച്ചാ? എന്റെ അടുത്ത് ഇപ്പൊ വിളിക്കുന്ന അവള് പറഞ്ഞേ. അവള് പറഞ്ഞിട്ട് 15 മിനിറ്റായി. ഇത്രയായിട്ടും വിളിച്ചിട്ടില്ല. പിന്നെ പുള്ളി ഭയങ്കര തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ടായിരിക്കും. ഒന്ന് വിളിച്ചാ മതിയായിരുന്നു. ഇത്ര നേരമായിട്ട് കാത്തുക്കോന്നറിയോ? ഇവളെന്തിനും ധൃതി കൂട്ടുന്നറിയോ? വേറൊന്നുമല്ല, കോഴ്സ് കഴിഞ്ഞാ ഞാൻ വേറെ ഒന്നിലേക്കും തിരികരുത്. അതുകൊണ്ടാണ് ഇപ്പോഴേ ഇതെല്ലാം അത്ര ധൃതിക്ക് ചെയ്തു കൂട്ടുന്നത്. എന്ത് പറയാനാ? അതെങ്ങനെയാ? നിങ്ങൾക്കൊന്നും എന്റെ വില മനസ്സിലാവൂലല്ലോ. ഒക്കെ പുറത്തുള്ളവരെ കണ്ടുപടി. അവർക്കറിയാം ഞാൻ ഒന്നാന്തരം നിധിയാണ്, നിധി. അതുകൊണ്ടല്ല ഇങ്ങനെ 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 പൊക്കിക്കൊണ്ടങ്ങ് പോണേ. കൊണ്ടുപോയി കഴിയുമ്പോ അവർക്ക് മനസ്സിലാവും അവര് പാമ്പിനാണ് പാല് കൊടുത്തതെന്ന്. വേണ്ടേ? അത്ര വലിയ ഡയലോഗ് ഒന്നും വേണ്ട കേട്ടോ. പാമ്പിനാണ് പാല് കൊടുത്തത്. കേശു നിങ്ങളുടെ അച്ഛൻ വിളിക്കണ. വാ അറേ ബഹളം വെക്കല്ലേട്ടോ. അമ്മൂമ്മേ, ചേച്ചി, അമ്മൂമ്മേ. ബഹളം വെക്കില്ലെന്ന് പറഞ്ഞല്ലേ? ചേച്ചി വിളിച്ചല്ലേ? നിങ്ങളുടെ അച്ഛൻ വിളിക്കുന്നു. ഷുണ്ടല്ലേ? ഹലോ അങ്കിളെ. അതെ ശിവാനിയ. ഓ അതെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങള് സുഖമാണോ? ഓ ഇനിയിപ്പോ എന്നാ ലീവ്? എന്നാ വരുന്നേ? 2 മാസം കഴിഞ്ഞ് ഉണ്ടല്ലേ? പിന്നെ അയ്യോ കോഴ്സ് അടുത്ത മാസം അങ്ങ് തീരും. അടുത്ത വർഷം ജൂലൈയിൽ തീരും. ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും കോഴ്സ് തീരും. പിന്നെ ഉറപ്പല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവളും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എങ്ങനെ പോയാലും 90% മുകളിൽ കിട്ടിയിരിക്കും. പിന്നെ അല്ലാണ്ട് അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാ പിന്നെ താല്പര്യമൊക്കെ ഉണ്ട്. ഓ ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഭാവിയുടെ ഒക്കെ കാര്യമല്ലേ. പിന്നെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്ര കഷ്ടപ്പെട്ട് ചെന്നൈയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ആർക്കിടെക്ചറൊക്കെ പഠിച്ചത്. ആണോ? താങ്ക് യു അങ്ങളെ. അച്ഛനോടും അമ്മയോടും ചോദിച്ചായിരുന്നു. അവരുടെ പെർമിഷനൊക്കെ എടുത്തു. ആയിക്കോട്ടെ. അയ്യോ അങ്ങള് തിരക്കിലായിരുന്നോ? എന്നാ അങ്ങള് ഫ്രീ ആവുമ്പോ ഞാൻ വിളിക്കാം. താങ്ക് യു അങ്ങള്. ഒരുപാട് സന്തോഷമായി. താങ്ക് യു. ശരി. കിട്ടി മോളെ.
ചേച്ചി പോവാ. അയ്യോ ഇപ്പോഴൊന്നും ആശ്വാസമായ. അങ്കിള് പറയുവാണ് എത്രയും പെട്ടെന്ന് പാസ്പോർട്ടും ബാക്കി സാധനങ്ങളൊക്കെ സെറ്റാക്കിക്കോ. അങ്കിൾ അവിടെ കാത്തിരിക്കുവാണ്. കോഴ്സ് കഴിയുന്നതും പിന്നെ അവിടെ ജോലിക്കങ്ങ് കയറിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ടെന്ന്. പാവം തങ്കപ്പെട്ട മനുഷ്യനോ. നീ ശരിക്കും അച്ഛനമ്മടുത്ത് ചോദിച്ചായിരുന്നു പോകുന്ന കാര്യം? പിന്നില്ലാണ്ട്. ഞാൻ ചെന്നൈനെ വിളിച്ചു വെച്ച് ഫുൾ പെർമിഷൻ കൊണ്ടാണ് നാട്ടിലോട്ട് ഇറങ്ങിയത്. അത് ശരി. കുഴപ്പമില്ല, എന്തായാലും നടക്കട്ടെ. ഇപ്പം ഇവള് ഇത്ര ആഗ്രഹിക്കല്ലോ അല്ലേ ചേച്ചി? അതുകൊണ്ട് ഞാനും ഒന്നും പറയായിരുന്നു. പിന്നെ സാധാരണ നീ ഉള്ള എല്ലാ കാര്യവും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ തീരുമാനം എടുക്കാറുള്ളായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. അയ്യോ ഞാനതങ്ങ് ആലോചിച്ചില്ല. ഞാൻ വിചാരിച്ചു കേൾക്കുമ്പോഴത്തേക്കും നീയും ഹാപ്പി ആവുമല്ലോ എന്ന്. നീ എന്താ ഹാപ്പി അല്ലേ? നീ ഹാപ്പി അല്ലേ? ഹാപ്പി തന്നെ, ഹാപ്പി തന്നെ. പക്ഷെ എന്തെന്ന് പറഞ്ഞോളൂ, എന്തോ ഒരു സങ്കടം. എന്തായിരുന്നു കറക്റ്റ് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ചേച്ചി, ചേച്ചിക്ക് ഓർമ്മയുണ്ടോ സിദ്ധുളി എനിക്ക് പറ്റിയ ഗൾഫില് ഒരു ജോലി സെറ്റാക്കിന്ന് പറഞ്ഞ് വിളിച്ചേ? ഓർമ്മയുണ്ട്. ഞാൻ പോണില്ലെന്ന് പറഞ്ഞത് ഒന്ന് എനിക്ക് അവിടെ പോകാനുള്ള മടിയും പിന്നെ നാട്ടിൽ നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹം കാരണമാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക്. മാത്രമല്ല നിങ്ങളെയൊക്കെ വിട്ടിട്ട് പോകണ്ടേ, അതുകൊണ്ടല്ല ഞാനും പോവാത്ത. എന്നെ കൊണ്ടൊന്നും പിരിഞ്ഞിരിക്കാൻ പറ്റൂല. അല്ല പക്ഷെ ശിവ നീ പോണം കേട്ടാ. കാരണം വല്ലപ്പോഴും ഇങ്ങനത്തെ ചാൻസേ കിട്ടുള്ളൂ. ഇപ്പം വീട് കുടുംബം മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല അല്ലേ? നീ പോണോടി, നീ പോയിട്ട് വാ. അങ്ങനെ പോയാ വരാനൊന്നും പറ്റൂല. അതിപ്പം അവരുടെ ചെലവിലല്ലേ പോകുന്നേ. നമുക്ക് തോന്നുമ്പോ തിരിച്ചു വരാൻ പറ്റുമോ? അത് മോശമല്ലേ? അതെങ്ങനെ ശരിയാവും? ചേച്ചി ചെന്നൈ പോയിട്ട് വരുന്ന പോലെ വരാൻ പറ്റത്തില്ലേ? അയ്യോ അങ്ങനെയൊന്നും വരാൻ പറ്റില്ല. ആദ്യം പോയി കഴിഞ്ഞാ എങ്ങനെ പോലെ 2 കൊല്ലം കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ. പിന്നെ അങ്ങനെ കുറെ നാള് കഴിഞ്ഞാലാണ് മാസം കൂടുമ്പോഴൊക്കെ വല്ലപ്പോഴും വന്നു പോകാൻ പറ്റുക. അതെന്തോ ചേച്ചി? ചേച്ചി ചേച്ചി പോവണ്ട, നമുക്കുള്ള പൈസ മതി. എനിക്ക് ഇത്രയും നാളെ ചേച്ചിയെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. ചേട്ടാ പോണ്ടെന്ന് പറ. ചുമ്മാ ആച്ചില്ല സെന്റ് അടിച്ച് രക്ഷപ്പെടാനുള്ള ചാൻസ് കളയ. എന്താ നീ പോയിട്ട് പാടി, പ്രശ്നമൊന്നുമില്ല. ചേച്ചി പോവണ്ട. എന്തൊരു കഷ്ടായത്. സമ്മതിക്കൂല മനുഷ്യന്. ഞാൻ പോകുന്നില്ല. പോണില്ലെന്നാ? അപ്പൊ അവരുടെ അടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് മോശമല്ലേ? ശിവ പുള്ളി ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ട് പോയതല്ലോടാ, ശരിയാവൂല. നീ എന്ത് ശരിയാവൂലെന്ന്? ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞോളാം എനിക്ക് വരാൻ പറ്റത്തൊന്നുമില്ല എന്ന്. നിങ്ങളെങ്ങനെ എല്ലാവരോട് കിടന്ന് കരഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, പോകുന്നതിന് മുന്നേ വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു. കഷ്ടാ നോക്കുന്നേ. ഞാൻ പോകുന്നില്ല. 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 നോക്കിക്കേ നോക്കിക്കേ, പോകുന്നില്ല. പോരെ, നിന്നെ വിട്ട് ഞാൻ എവിടെ പോവാനാ? പോകത്തില്ല. കരയണോ? ഞാനാ അങ്ങ് മാറി നിന്ന് കണ്ണീരടച്ചിട്ട് വാ. ശരി പോകുന്നില്ല. പോകുന്നില്ല. പോരെ. ആ നീ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് പച്ച പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. പച്ച പിടിക്കാൻ പറ്റുമോന്നേ? കൂട്ടത്തിൽ ഒരു ഒച്ചെങ്കിലും പുറത്തു പോയി രക്ഷപ്പെട്ടിട്ട് 10 പൈസ കൊണ്ടുവന്നേനെ. വിടരുത് അതിനെ. രക്ഷപ്പെട്ടു പോയനെ. പോട്ടെ, നീ പോണ്ട. പോട്ട് നിനക്ക് എന്നുള്ള സ്നേഹം കാരണം പോവാത്ത നമുക്കറിയാം. പോട്ടെ മക്കളെ, നീ പോണ്ട കേട്ടാ. പോട്ടെ. അയ്യോ